ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടാണ് ആൻസർ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്, ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ കേട്ടതാണ്. സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ, അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഒബ്ജക്റ്റീവ് ലെൻസ് അല്ലേ, ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസും ഉണ്ട് അല്ലേ, ശരിയല്ലേ? നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് അറിയാമല്ലോ. ഒബ്ജക്റ്റീവ് ലെൻസ് എങ്ങനെ വരാം? ഒബ്ജക്റ്റീവ് ലെൻസ് കുറച്ചുകൂടി സ്മോളറാണ്, ഐ പീസ് കുറച്ചുകൂടി ലാർജറാണ്. ഇത് ഒബ്ജക്റ്റീവ് ലെൻസ്, ഇത് ഐ പീസ് അല്ലേ. ഇത് പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസ്, ഫസ്റ്റ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എത്രയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഫസ്റ്റ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ, സെക്കൻഡ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 6.25 സെൻറ്റിമീറ്റർ. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് പോസിറ്റീവാണ് ഫോക്കൽ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടതാണ്. നമ്മൾ ഒബ്ജക്റ്റ് എവിടെ വെക്കണം? വേർ ഈസ് ദ ഒബ്ജക്റ്റ്? എച്ച് ആണ് അതിൻ്റെ ഹൈറ്റ്. വേർ ഷുഡ് ഐ കീപ് ദ ഒബ്ജക്റ്റ്? ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ വരണം. അപ്പോൾ ആദ്യം തന്നെ ഈ എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റുള്ള ഒബ്ജക്റ്റിന് ഒബ്ജക്റ്റീവ് ലെൻസ് ഇൻവെർട്ട് ചെയ്ത് ഇവിടെ ഒരു ഇമേജ് ഉണ്ടാക്കും. നമ്മളതിനെ എച്ച് ഡാഷ് എന്ന് പറയും, എച്ച് ഡാഷ്. ആ എച്ച് ഡാഷ് ഐ പീസിൻ്റെ ഒബ്ജക്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന് ഒബ്ജക്റ്റീവ് ലെൻസ് എച്ച് ഡാഷ് ആക്കി മാറ്റി, എച്ച് ഡാഷ് ഹൈറ്റുള്ള ഇമേജ് ആക്കി മാറ്റി. ആ ഇമേജ് ഐ പീസിൻ്റെ ഒബ്ജക്റ്റാണ്. അതിൻ്റെ ഇമേജ് ഇൻഫിനിറ്റിയിൽ വരണം. എച്ച് ഡബിൾ ഡാഷ് എവിടെ വരണം? ഞാൻ ഇത് വെറുതെ വരയ്ക്കണം കേട്ടോ ഐഡിയക്ക് വേണ്ടി. ഫൈനൽ ഇമേജ് എച്ച് ഡബിൾ ഡാഷ് മസ്റ്റ് ബി അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റിയിൽ വരണമെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? ഈ ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും. അതെങ്ങനെ മനസ്സിലായി? കാരണം ഫോക്കസിൽ വെച്ചാൽ മാത്രമേ ഇൻഫിനിറ്റിയിൽ ഇമേജ് വരുള്ളൂ. എച്ച് ഡാഷ് ഐ പീസിൻ്റെ ഫോക്കസിൽ വെക്കണം. എച്ച് ഡാഷ് ഐ പീസിൻ്റെ ഫോക്കസിൽ വെച്ചാലാണ് അതിൻ്റെ ഇമേജ് ഇൻഫിനിറ്റിയിൽ വരുള്ളൂ. നമ്മളത് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ എച്ച് ഡാഷ് വെക്കേണ്ടത് ഐ പീസിൻ്റെ ഫോക്കസിലാണ്. ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് 6.25 ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് 6.25 ആണെന്ന് മനസ്സിലായി നമുക്ക്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 15 ആണ്. ഒബ്ജക്റ്റീവ് ലെൻസ് മുതൽ ഐ പീസ് വരെയുള്ള ഡിസ്റ്റൻസ് 15 ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഐ പീസ് മുതൽ ഒബ്ജക്റ്റീവ് ലെൻസ് വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 15 ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ലെൻസ് മുതൽ ഒബ്ജക്റ്റീവ് ലെൻസ് മുതൽ എച്ച് ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 15 മൈനസ്, നമ്മളത് ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്ത് വെക്കോ അല്ലേ, കറക്റ്റ് അല്ലേ? 15 മൈനസ് 6.25 8.75 സെൻറ്റിമീറ്റർ ആയിരിക്കും, ശരിയല്ലേ? നമ്മൾ ഈ എച്ച് ഇരിക്കുന്ന ഈ ഡിസ്റ്റൻസ് നമ്മൾ U1 എന്ന് പേര് കൊടുക്കും. ആൻഡ് അതുണ്ടാക്കുന്ന ഇമേജിൻ്റെ ഡിസ്റ്റൻസ് V1 എന്ന് ഡിനോട്ട് ചെയ്യും. U1 V1 അല്ലേ, അങ്ങനെയല്ലേ പറയാം. ഫസ്റ്റ് ലെൻസ് മുതൽ ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് U1ഉം ഫസ്റ്റ് ലെൻസ് മുതൽ അതുണ്ടാക്കുന്ന ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് V1ഉം. അപ്പോൾ V1 8.75 എന്ന് കിട്ടിക്കഴിഞ്ഞു നമുക്ക് അല്ലേ, പ്ലസ് 8.75 തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 2 ആണ്. പിന്നെ V1 8.75 ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. V1 8.75 ആണ്. നമുക്ക് U1 ആണ് കാണേണ്ടത്. ഓൾസോ മാഗ്നിഫിക്കേഷൻ കാണണം. ഒബ്ജക്റ്റ് എവിടെ വെക്കണം എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ലെൻസ് ഫോർമുല 1/V1 മൈനസ് 1/U1 ഈക്വൽ ടു 1/F1 ആണല്ലോ. അറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് U1 അല്ലേ വേണ്ടേ, 1/U1 അറേഞ്ചിങ് ഇതിങ്ങോട്ട് പോകട്ടെ, 1/F1 ലെഫ്റ്റിലോട്ടും വരട്ടെ. 1/U1 വിൽ ബി 1/V1 മൈനസ് 1/F1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/8.75
മൈനസ് 1/2 എന്ന് വരും. എഗെയിൻ ഞാൻ കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്യാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കിക്കോ. 8.75 875/100 എന്നാക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്യാണ്. ഇത് ചെയ്തു വരുമ്പോൾ ചെയ്യുക, റെസിപ്രോക്കൽ എടുക്കാം. ഇത് ചെയ്യുക, വി ഗെറ്റ് 1/u1. ഓക്കെ ആണല്ലോ? ഇത് ചെയ്തു വരുമ്പോൾ 1/u1 കിട്ടുമല്ലോ. ദെൻ റെസിപ്രോക്കൽ എടുക്കുക. ആ കാൽക്കുലേഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെയ്തു വരുമ്പോൾ -2.59 സെൻറ്റിമീറ്റർ അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ u1 കിട്ടി. അപ്പോൾ u1 കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത്. ഒബ്ജക്റ്റ് -2.59 സെൻറ്റിമീറ്റർ അകലെ വെക്കണം. മാഗ്നിഫിക്കേഷൻ കാണാൻ പറയുന്നുണ്ട്. മാഗ്നിഫിക്കേഷൻ, ദ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ, മാഗ്നിഫയിങ് പവർ എന്നും പറയും. മാഗ്നിഫയിങ് പവർ അതാണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ ടേം. കാരണം ഈ h" ഇൻഫിനിറ്റി ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ്. സോ ദ മാഗ്നിഫയിങ് പവർ എന്നാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കറിയാം അത് കാണാനായിട്ട് ആദ്യത്തെ ലെൻസ് ഉണ്ടാക്കുന്ന മാഗ്നിഫിക്കേഷൻ v1/u1, ആദ്യത്തെ ലെൻസ് ഉണ്ടാക്കുന്ന മാഗ്നിഫിക്കേഷൻ ഇൻറ്റു രണ്ടാമത്തെ ലെൻസ് ഉണ്ടാക്കുന്ന മാഗ്നിഫിക്കേഷൻ. നമ്മൾ നെഗറ്റീവ് സൈനൊന്നും നോക്കുന്നില്ല ഇവിടെ. മൈക്രോസ്കോപ്പ് അല്ലേ, തലകീഴായിട്ടാണോ നേരെയാണോ എന്നുള്ളത് നമുക്കിവിടെ വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ ആദ്യത്തെ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇൻറ്റു രണ്ടാമത്തെ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ. ആദ്യത്തെ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ v1/u1 അല്ലേ? v1/u1 ആണ് നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ മാഗ്നിഫയിങ് പവറാണ് നമ്മൾ പറയുള്ളൂ. നമ്മൾ അവിടെ v/u സ്യൂട്ടബിൾ അല്ല. v/u ഈസ് നോട്ട് സ്യൂട്ടബിൾ ഹിയർ. നമ്മൾ മാഗ്നിഫയിങ് പവറാണ്. ഇൻഫിനിറ്റിയിൽ ഇമേജ് വരുമ്പോൾ നമ്മൾ v/u എന്ന് പറയാറില്ല. ഇൻഫിനിറ്റിയിലാണല്ലോ ഇമേജ്. ഇൻഫിനിറ്റിയിൽ ഇമേജ് വരുമ്പോൾ നമ്മൾ v/u എന്ന് പറയാറില്ല. ആംഗിളിൻ്റെ ടേമിൽ പറയുള്ളൂ. ഇനീഷ്യൽ ആംഗിളിൻ്റെ എത്ര ടൈംസ് കൂടി ഫൈനലി ആംഗിൾ എന്നുള്ള രീതിയിലാണ്. v/u ഉപയോഗിക്കരുത് വെൻ ദ ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഓർത്ത് വെച്ചോളൂല്ലോ. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റിയിൽ ഇമേജ് വരുന്നു. ഒരു സിംഗിൾ ലെൻസ് ഇൻഫിനിറ്റിയിൽ ഇമേജ് ഉണ്ടാക്കുമ്പോൾ മാഗ്നിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, d/f ആണ്. ഇല്ലേ? അങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. ഈ സെക്കൻഡ് ലെൻസ് ഇൻഫിനിറ്റിയിൽ ഇമേജ് ഉണ്ടാക്കുന്നു. ദ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ വിൽ ബി d/f. നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെൻസിൻ്റെ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ വിൽ ബി d/f2. d/f2 ആണ്. സെക്കൻഡ് ലെൻസ് അല്ലേ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, നേരെ വാല്യൂസുകളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. അപ്പോൾ v1 എത്രയാണ് കിട്ടിയത്? 8.75 അല്ലേ? v1 ഈസ് 8.75. u1 എത്ര കിട്ടി? 2.59. d എന്ന് പറഞ്ഞാൽ 25. f2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 6.25. കാൽക്കുലേഷൻ ഞാൻ സ്കിപ്പ് ചെയ്യാണ്, നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. 13.51 ആണ് നെറ്റ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ.